നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന അന്തരിച്ച PP മാധവന്റെ മൃതദേഹത്തിൽ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രവും വല്ലച്ചിറ പഞ്ചായത്തും സംയുക്തമായി ഹെൽത്തി കേരളയുടെ ഭാഗമായി പരിശോധന നടത്തി. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയവയിൽ നിന്ന് പിഴ ഈടാക്കി. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി 25 വയസ്സുള്ള സുഭദ്ര മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന അന്തരിച്ച PP മാധവന്റെ മൃതദേഹത്തിൽ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു. PP മാധവന്റെ ഒല്ലൂരിലെ വീട്ടിലെത്തിയായിരുന്നു രാഹുൽ ഗാന്ധി അഞ്ജലി അർപ്പിച്ചത്. ഇന്നലെ രാത്രി തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിലെത്തിയ രാഹുൽ ഗാന്ധി അവിടെ നിന്നും ഇന്ന് രാവിലെ റോഡ് മാർഗമാണ് ഒല്ലൂരിലെ വീട്ടിലെത്തിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VM സുധീരൻ തുടങ്ങിയവരും മന്ത്രി K രാജനും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. അരനൂറ്റാണ്ടോളം കാലം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മാധവൻ. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് PP മാധവൻ അന്തരിച്ചത്. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രവും വല്ലച്ചിറ പഞ്ചായത്തും സംയുക്തമായി ഹെൽത്തി കേരളയുടെ ഭാഗമായി പരിശോധന നടത്തി. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയവയിൽ നിന്ന് പിഴ ഈടാക്കി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾ വൃത്തിഹീനമായി സൂക്ഷിച്ച സ്ഥാപനങ്ങൾക്കും 15,000 രൂപ വീതം പിഴ ഈടാക്കി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നും 1,000 രൂപയും പിഴ ഈടാക്കി. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MT ദിവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ PS അരുൺകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AR സുനിൽകുമാർ, AM രാജേഷ് കുമാർ, VA അജിത്ത്, പഞ്ചായത്ത് ക്ലർക്ക് AS രമ്യ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി 25 വയസ്സുള്ള സുഭദ്ര മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോൺക്രീറ്റ് തൊഴിലാളിയായ സുബ്രത കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു തൃശൂർ സ്വരാജ് റൌണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്തയായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് ഉച്ചയോടെ വീണ്ടും ഇയാൾ സ്വരാജ് റൌണ്ടിലൂടെ സ്കേറ്റ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. പിടിയിലായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. क्या नाम है आपका? सुधीर. गांव किधर है? कोलकाता. कभी कहाँ जा रहा है आप? कहाँ जा रहा है? सलून. किधर है सलून? किधर? 10 किलोमीटर आगे. തൃപ്രയാർ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി. 9ാം വാർഡ് ഉപതിരഞ്ഞെടുപ്പിൽ CPMന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് UDF വിജയം നേടിയതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് രാജി ആവശ്യവുമായി UDF രംഗത്തെത്തിയത്. ജനാധിപത്യത്തെ CPM മാനിക്കണം. ഭൂരിപക്ഷത്തെ എത്രനാൾ CPMന് ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ സാധിക്കും? 14 അംഗ ഭരണസമിതിയിൽ UDFന് 6ഉം LDFന് 5ഉം അംഗങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. എന്നിട്ടും CPM അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും രാഷ്ട്രീയ മാന്യതയ്ക്കും ചേർന്നതല്ലെന്ന് UDF ആരോപിച്ചു. BJP പിന്തുണയോടെ ഭരണം തുടരാനാണ് CPM തീരുമാനമെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയാൻ പാർട്ടി തയ്യാറാകണമെന്നും UDF ആവശ്യപ്പെട്ടു. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, കൺവീനർ KA കബീർ, DCC ഭാരവാഹികളായ അനിൽ പുളിക്കൽ, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ശ്രീമതി വി വിനു. ആ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി നിലവിലെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് CPM ഭരണസമിതിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തെ മാനിക്കണം. ഈ ഭൂരിപക്ഷത്തെ എത്ര നാളാണ് CPM-ന് ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ സാധിക്കുക? കഴിമ്പ്രം SN സെന്റർ ദേശവിളക്ക് മഹോത്സവം ഈ മാസം 21-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 21-ന് വൈകിട്ട് 6:15 താലപ്പൊലിയോടെ പുറപ്പെട്ട് ദേശവിളക്ക് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും. തുടർന്ന് വർണ്ണമഴ, ദീപാരാധന, പറനിറയ്ക്കൽ, കാണിക്ക സമർപ്പണം, ചിന്തുപാട്ട്, ശാസ്താംപാട്ട്, അന്നദാനം എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് MN സുരേഷ്, KR കണ്ണൻ, ജിഷ്ണു വാഴപ്പുള്ളി, സോമൻ കോഴിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റി 2ാം ഘട്ട പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു. പ്രതിഷേധ മാർച്ചും ധർണയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ G. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ഉഷ പുരുഷോത്തമൻ, INTUC റീജിയണൽ ജനറൽ സെക്രട്ടറി CV തുളസീദാസ്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ, CA ബൈജു എന്നിവർ സംസാരിച്ചു. KPR പ്രദീപ്, ഘോഷ്, തുഷാര, ജോയ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവം 17ാം ദിവസം പിന്നിട്ടു. സംഗീത മണ്ഡപത്തിൽ കടയ്ക്കാവൂർ N. മോഹൻദാസ്, മഹാലക്ഷ്മി സിസ്റ്റേഴ്സ്, ഡോക്ടർ പൂജ നാരായണൻ എന്നിവരുടെ സംഗീത സദസ്സും ഡോക്ടർ ഉമാ ഗോവിന്ദിന്റെ ശിഷ്യ ആരതി സുധാകരൻ, കൃതി കൃഷ്ണ മനോജ് എന്നിവരുടെ ഭരതനാട്യവും, തൃപ്പൂണിത്തറ അന്യോന്യം, തിരുവാണിക്കാവ് ശ്രീഭദ്ര എന്നിവരുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. കലാമണ്ഡലം ശ്രീരാജ്, ഗുരുവായൂർ ആദർശ് എന്നിവർ വയലിനിലും, ഡോക്ടർ പാലക്കാട് K. ജയകൃഷ്ണൻ, കോട്ടയം മനോജ് കുമാർ എന്നിവർ മൃദംഗത്തിലും, MM സുജിത് ഘടത്തിലും പക്കം വായിച്ചു. വരാക്കര കപ്പേളയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഡോക്ടർമാരായ ദമ്പതിമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. വരദ്രപ്പിള്ളിയിൽ ഹോമിയോ ക്ലിനിക്ക് നടത്തുന്ന ചുങ്കം സ്വദേശികളായ ഡോക്ടർ വിനീത് കുമാർ, ഡോക്ടർ പ്രീത, ബൈക്ക് യാത്രക്കാരനായ പള്ളിക്കുന്ന് സ്വദേശി കല്ലേരി വീട്ടിൽ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ നിന്ന് വന്നിരുന്ന ഡോക്ടർമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വരദ്രപ്പിള്ളി ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് ഡോക്ടർമാർ തെറിച്ചു വീണു. സ്കൂട്ടർ ഓടിച്ച ഡോക്ടർ പ്രീതയുടെ കാലിലാണ് ബൈക്ക് വന്നിടിച്ചത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികന്റെ കൈക്ക് നിസ്സാര പരിക്കേറ്റു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന അന്തരിച്ച PP മാധവന്റെ മൃതദേഹത്തിൽ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രവും വല്ലച്ചിറ പഞ്ചായത്തും സംയുക്തമായി ഹെൽത്തി കേരളയുടെ ഭാഗമായി പരിശോധന നടത്തി. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയവയിൽ നിന്ന് പിഴ ഈടാക്കി.
തൃശൂർ നഗരത്തിലൂടെ അപകടകരമായ സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി 25 വയസ്സുള്ള സുഭദ്ര മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.